BSc in Physics, Semester 6, Paper 1, Solid State Physics, Class number S2, the second class, Miller indices from crystal structures. Today's topic is Miller indices from crystal structures and some problems also. Paper 1, Solid State Physics, BSc Main Physics, Semester 6, Class number S2. So what are, before Miller indices, let us see what is a unit cell. What is a unit cell? In a crystal structure, unit cell in a crystal structure and the respective translation vectors. You see the figure. A simple unit cell is drawn here. A cube, the sides are A, B and C. And three angles are marked alpha, beta and gamma. Alpha is the angle opposite to vector A and beta is the angle opposite to vector B and gamma is the angle opposite to vector C. And this is a simple representation of a unit cell. So what is unit cell and what is translation vectors? What are translation vectors? ഇപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചറിലെ യൂണിറ്റ് സെൽ എന്താണ് എന്ന് പറയുകയാണ്. The smallest particle of a space lattice, smallest part or particle, the smallest particle of a space lattice which can generate a complete structure of the crystal by repeating its own dimensions in various directions is called a unit cell. The smallest part or particle of a space lattice which can generate a complete structure of the crystal by repeating its own dimensions in various directions is called a unit cell. ഒരു യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലിൻ്റെ വലിയൊരു ക്രിസ്റ്റൽ ഒരു ചെറിയൊരു പാർട്ടാണ്. ചെറിയൊരു പാർട്ടിക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം, ചെറിയൊരു പാർട്ടാണ്. ഈ പാർട്ട് നമ്മൾ അതേപടി റിപ്പീറ്റ് ചെയ്താൽ വലിയ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ നിർമ്മിക്കാം. അപ്പം ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ ഒരു പാർട്ടാണ് ഈ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ. അത് റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് ഈ ക്രിസ്റ്റലിൻ്റെ വലിയൊരു സ്ട്രക്ചർ കിട്ടും. അപ്പോൾ അതിന് കൂടെ ഒരു മൂന്ന് ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവ എന്താണെന്ന് നമുക്ക് പറയാം. ആംഗിൾ നിങ്ങൾ കണ്ടതാണ്, അതിപ്പോൾ ഒരു സൈഡ് നോക്കിയതാണ്. എ യൂണിറ്റ് സെൽ ഈസ് ഡിഫൈൻഡ് ബൈ ദി ലെങ്ത് ഓഫ് ഇറ്റ്സ് എഡ്ജസ് ആൻഡ് ബൈ ദി ആംഗിൾ ബിറ്റ്വീൻ ദം. ഒരു യൂണിറ്റ് സെൽ ഡിഫൈൻ ചെയ്യുന്നത് ആ എഡ്ജുകളുടെ ദൂരവും അതുപോലെ അവയ്ക്കിടയ്ക്കുള്ള ആംഗിളുകൾ നോക്കിയിട്ടാണ്. ഇതിൻ്റെ ഫിഗർ OA = small a, OB = small b. ഈ പടം നിങ്ങൾ തിരിച്ചു പോയി നോക്കുക. OA = small a, OB = small b and OC = C are the dimensions of the unit cell. Dimensions of the unit cell. Then the vectors A vector, B vector, C vector are called translation vectors. By unit cell side നമ്മൾ ABC എന്ന് മാർക്ക് ചെയ്താൽ ABC വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ വെക്ടേഴ്സ്. The angles between these vectors are called interfacial angles. ഈ വെക്ടേഴ്സിന് ഇടക്കുള്ള ആംഗിളിനെ നമ്മൾ ആൽഫ, ബീറ്റ, ഗാമ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവയെ വിളിക്കുന്ന പേര് interfacial angles. The interfacial angles alpha, beta and gamma are also shown in the figure. അവയും നമ്മൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇനി പ്രിമിറ്റീവ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിമിറ്റീവ് സെൽ, a unit cell containing only one lattice point is called a primitive cell. അപ്പോൾ യൂണിറ്റ് സെല്ലും പ്രിമിറ്റീവ് സെല്ലും വ്യത്യാസം നോക്കുക. യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ചെറിയൊരു പാർട്ട്, അത് റിപ്പീറ്റ് ചെയ്താൽ ഒരു ചെറിയ പാർട്ട് റിപ്പീറ്റ് ചെയ്താൽ വലിയ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ കിട്ടും. ആ യൂണിറ്റ് സെല്ലിൽ ലാറ്റിസ് പോയിന്റ് ഒന്നിൽ കൂടുതലാകാം. അപ്പോൾ യൂണിറ്റ് സെല്ലിനെ പിന്നെ ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ക്രിസ്റ്റലിൻ്റെ ഒരു രൂപം കിട്ടത്തില്ല, ക്രിസ്റ്റലിൻ്റെ ഒരു ഫോർമുല കിട്ടത്തില്ല, പിന്നെ ആറ്റം സെപ്പറേറ്റ് ആയി പോകും. അപ്പോൾ യൂണിറ്റ് സെല്ലിനകത്ത് ഒന്നോ കൂടുതലോ ലാറ്റിസ് പോയിന്റുകൾ വരാം. എന്നാൽ ഒരു ലാറ്റിസ് പോയിന്റ് മാത്രമുള്ള ഒരു യൂണിറ്റ് സെല്ലിനെ വിളിക്കുന്ന പ്രിമിറ്റീവ് സെൽ. A unit cell containing only one lattice point is called a primitive cell or a simple cell. The unit cell containing more than one lattice point is called non-primitive cell or multiple cell. ഇപ്പോൾ കൂടുതൽ ലാറ്റിസ് പോയിന്റുകളുള്ള സെല്ലിനെ നമ്മൾ നോൺ പ്രിമിറ്റീവ് സെൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സെൽ എന്ന് വിളിക്കും. ഇനിയാണ് മില്ലർ ഇൻഡിസസ് എന്ന് പറയുന്നത്. മില്ലർ ഇൻഡിസസ്, വാട്ട് ആർ മില്ലർ ഇൻഡിസസ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻഡെക്സ് സിസ്റ്റം ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസസ്. ഇപ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസുകളെ നമ്മൾ ഇൻഡെക്സ് കൊണ്ട് മാർക്ക് ചെയ്യും.
അത്തരം ഇൻഡീസസിനെ വിളിക്കുന്ന പേരാണ് മില്ലർ ഇൻഡീസസ്. മില്ലർ ഇൻട്രൊഡ്യൂസ്ഡ് എ സിസ്റ്റം ടു റെപ്രസെൻറ്റ് എ പ്ലെയിനിലെ ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റലിനകത്ത് ഒരു ക്രിസ്റ്റൽ പ്ലെയിൻ റെപ്രസെൻറ്റ് ചെയ്യാൻ മില്ലർ ഒരു ഇൻഡെക്സ് സിസ്റ്റം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് 3 നമ്പേഴ്സ് ആൻഡ് ആർ നോൺ ആസ് മില്ലർ ഇൻഡീസസ്. ഇത് 3 നമ്പറാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അവയാണ് മില്ലർ ഇൻഡീസസ് എന്ന് പറയുന്നത്. ഓഫ് ദി കൺസേൺഡ് ക്രിസ്റ്റൽ പ്ലെയിൻ മില്ലർ ഇൻഡീസസ് ആർ സെപ്പറേറ്റഡ് ബൈ 3 ഇൻഡിജേഴ്സ് SKL ഇൻ എ പാരന്തസിസ്. ഒരു ചെറിയ ബ്രാക്കറ്റിനകത്ത് SKL എന്ന രൂപത്തിലാണ് ഈ മില്ലർ ഇൻഡീസ് നമ്മൾ എഴുതുക. SKL എഴുതുമ്പോൾ കോമയൊന്നും വേണ്ട, അല്പം അകത്ത് എഴുതിയാൽ മതി. ഒരു ബ്രാക്കറ്റിനകത്ത് ഒരു പാരന്തസിസിനകത്ത് HKL എന്നുള്ള രീതിയിലാണ് SKL ആണ് മില്ലർ ഇൻഡീസസ്. അങ്ങനെയാണ് നമ്മൾ മില്ലർ ഇൻഡീസസിനെ സൂചിപ്പിക്കുക. എഴുതുമ്പോൾ കോമയുടെ ആവശ്യമില്ല. 1 2 3 എന്നൊക്കെ പറയുന്നത്, അതൊക്കെ 1 2 0 എന്നൊക്കെ പറയുന്ന പോലെ. ഇപ്പോൾ മില്ലർ ഇൻഡീസസ് കാണുന്നതിൻ്റെ ഒരു മാർഗ്ഗമാണ് നമ്മളൊരു ക്രിസ്റ്റൽ പ്ലെയിൻ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഫിഗർ ക്ലിയർ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. O ആണ് ഒറിജിൻ. നമ്മളവിടെ ഒരു PQRത്ത് പ്ലെയിൻ, ഒരു ത്രികോണ രൂപത്തിൽ, ട്രയാങ്കിൾ രൂപത്തിൽ ഒരു PQRത്ത് പ്ലെയിൻ വിചാരിച്ചിരിക്കുകയാണ്. X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ്, 3 ആക്സിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ചാരി വെച്ചിരിക്കുന്ന രീതിയിൽ, എഡ്ജ് ടച്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ ഒരു ട്രയാങ്കുലർ പ്ലെയിൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ മില്ലർ ഇൻഡീസസ് ആയിട്ട് വിളിക്കുന്നത്. മെത്തേഡ് ടു ഫൈൻഡ് മില്ലർ ഇൻഡീസസ്. ദി ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ in 3 dimension is given by xyp plus yq plus zr is equal to 1. ഇത് നമ്മൾ അനലിറ്റിക് ജോമെട്രിയിൽ നിന്ന് എടുക്കുന്ന ഒരു ഇക്വേഷനാണ്, ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷനാണ്. PQRത്ത് പ്ലെയിൻ xyp plus yq plus zr is equal to 1, ഇക്വേഷൻ നമ്പർ 1. അങ്ങനെ നമ്മൾ ഒരു PQRത്ത് പ്ലെയിനിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. മൾട്ടിപ്ലൈ ബൈ PQR വിളിക്കുമ്പോൾ ആദ്യം P വെട്ടിപ്പോവും, രണ്ടാമത്തിൽ Q വെട്ടിപ്പോയിട്ട് പിന്നെ കിട്ടുന്നത് QR into x plus PR into y plus PQ into Z is equal to ഇപ്പുറത്ത് PQR എന്ന് വിളിക്കുമ്പോൾ നമുക്ക് PQR എന്ന് കിട്ടും. 1 into PQR. ഇനി പുട്ട് QR is equal to H. അതാണ് മില്ലർ ഇൻഡീസസിൻ്റെ ആദ്യത്തെ. പുട്ട് QR equal to H, PR equal to K, then PQ is equal to L. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ റൂട്ട് ഓഫ് SKL കണ്ടാൽ നമുക്ക് PQR എന്ന് കിട്ടും. റൂട്ട് ഓഫ് SKL കണ്ടാൽ PQR ഇവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. SKL QR into PR into PQ, P square Q square R, that is PQR the whole square. അപ്പോൾ റൂട്ട് ഓഫ് SKL is PQR എന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ആ PQവിൻ്റെ PRൻ്റെയൊക്കെ വാല്യൂ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ HKLൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ, HKL കൊടുക്കുമ്പോൾ HX plus KY plus LZ is equal to റൂട്ട് ഓഫ് HKL അല്ലെങ്കിൽ PQR എന്ന് കിട്ടും. അപ്പോൾ ഇത് PQRത്തെ പ്ലെയിനിൻ്റെ മറ്റൊരു ഇക്വേഷനാണ്. അത് HKL എന്ന് പറയുന്ന 3 നമ്പേഴ്സ് വെച്ച് കാണിച്ചിരിക്കുകയാണ്. ദീസ് ഇക്വേഷൻസ് ഓൾസോ ആൻ ഇക്വേഷൻ ഫോർ ദി PQRത്തെ പ്ലെയിൻ വിത്ത് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് SKL. അപ്പോൾ ഇതും ഈ ഇക്വേഷൻ നമ്പർ 2 അതും PQRത്തെ പ്ലെയിനിൻ്റെ ഇക്വേഷനാണ്. അവിടെ HKL എന്ന് പറയുന്ന 3 ഇൻഡിജേഴ്സാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ദ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് SKL സ്പെസിഫൈങ് ദി, ഈ SKLനെ വിളിക്കുന്ന പേരാണ് മില്ലർ ഇൻഡീസസ്. സ്പെസിഫൈങ് ദി ലാറ്റിസ് പ്ലെയിൻ ഈസ് കോൾഡ് മില്ലർ ഇൻഡീസസ്. അപ്പോൾ ഒരു ലാറ്റിസ് പ്ലെയിനിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച HKL എന്ന് പറയുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് മില്ലർ ഇൻഡീസസ്. അത് കാണുന്ന രീതിയാണ് നമ്മൾ മുകളിൽ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദി മില്ലർ ഇൻഡീസസ് പ്ലെയിൻ, ഹൗ വിൽ യു ഫൈൻഡ് ഇറ്റ്? അപ്പോൾ മെത്തേഡ് ടു ഫൈൻഡ് ദാറ്റ് ഈസ് ഡിസ്കസ്ഡ് ഇൻ ദി അബോവ് നോട്ട്സ്. Then there are some problems, examination problems, important problems. Number 1, find the Miller indices for planes with each of the following set of intercepts. അപ്പോൾ ഇനി പറയുന്ന ഇൻ്റർസെപ്റ്റുള്ള ഒരു പ്ലെയിനുകളുടെ ഇൻ്റർസെപ്റ്റുള്ള പ്ലെയിനുകൾ 2 ക്വസ്റ്റൻ ഉണ്ട്. പ്ലെയിനുകളുടെ മില്ലർ ഇൻഡെക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഒന്നാമത്തതിൻ്റെ 3A 3B 2C, രണ്ടാമത്തതിന് A/2B ഇൻഫിനിറ്റി. ഇങ്ങനെ 2 പ്ലെയിൻസ് തന്നിരിക്കുകയാണ്. അത് ഇൻ്റർസെപ്റ്റാണ് തന്നിരിക്കുന്നത്. നമുക്ക് കറസ്പോണ്ടിങ് മില്ലർ ഇൻഡീസസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നാമത്തത് നമ്മൾ ചെയ്ത് നോക്കുക. ഗിവൺ ഇൻ്റർസെപ്റ്റ്സ്
3b2c, dividing this by unit translation vectors. ഇവയിലെ യൂണിറ്റ് ട്രാൻസ്ലേഷൻ വെക്ടേഴ്സ് എ ബി സി കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 3a/a, 3b/b, 2c/c എന്ന് കിട്ടും. അപ്പോൾ 3 2 എന്ന് കിട്ടും. റെസിപ്രോക്കൽ എടുക്കണം. മിഡിൽ ഇൻഡിസ് കാണുന്നതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. 1/3 1/3 1/2 എന്ന് എടുക്കും. റെസിപ്രോക്കൽ എടുക്കും. ഇനി നമ്മൾ ഫ്രാക്ഷൻ കൊണ്ട് മാറ്റണം. ഫ്രാക്ഷൻ മാറ്റാനായിട്ട് അവയുടെ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് എഴുതുന്നത്. മൾട്ടിപ്ലൈ ബൈ LCM. ആ ഫ്രാക്ഷൻ എന്നുള്ള രീതി മാറ്റും. മൾട്ടിപ്ലൈ ബൈ LCM വി ഗെറ്റ് 2 to 3. ആ 2 to 3 വിളിക്കുന്ന പേരാണ് മില്ലർ ഇൻഡിസസ്. Therefore we write Miller indices in the manner scale in a parenthesis is equal to 2 to 3 in a parenthesis. അപ്പം മില്ലർ ഇൻഡിസസ് കണ്ട രീതിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം. നിങ്ങൾ വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഇൻറ്റർസെപ്റ്റ്സ് എഴുതി. അവയെ നമ്മൾ ABC കൊണ്ട് ഹരിച്ചു. അപ്പോൾ 1/3 1/3 1/2 എന്ന് കിട്ടി. റെസിപ്രോക്കൽ എടുത്തു. റെസിപ്രോക്കൽ എടുക്കുമ്പോഴാണ് 1/3 1/3 1/2 എന്ന് കിട്ടുന്നത്. LCM കൊണ്ട് ഗുണിച്ചു. അപ്പോൾ കിട്ടുന്ന മില്ലർ ഇൻഡിസസ്. രണ്ടാമത്തെ പ്രോബ്ലം, രണ്ടാമത്തെ പാർട്ട്, ഇൻ്റർസെപ്റ്റ്സ് a/2 b ഇൻഫിനിറ്റി. ആദ്യം എന്താണ്, നമ്മൾ യൂണിറ്റ് ട്രാൻസ്ലേഷൻ വെക്ടേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡിങ് ബൈ യൂണിറ്റ് ട്രാൻസ്ലേഷൻ വെക്ടേഴ്സ് വി ഗെറ്റ് 1/2 1 ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയെ നമ്മൾ സി കൊണ്ട് ഹരിച്ചാൽ ഇൻഫിനിറ്റി ആണല്ലോ. ടേക്ക് റെസിപ്രോക്കൽ. അപ്പോൾ 2 1 0. അതായത് ഈ ഇൻഫിനിറ്റിയുടെ റെസിപ്രോക്കൽ 0 ആണ്. ഇൻഫിനിറ്റി 1/0 ആണല്ലോ. അപ്പോൾ 0 ആണ്. അപ്പോൾ ഇവിടെ ഫ്രാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇനി നമുക്ക് ഫ്രാക്ഷൻ മാറ്റേണ്ട കാര്യമില്ല. നേരിട്ട് കൊണ്ട് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് മില്ലർ ഇൻഡിസസ് ആർ സ്കെയിൽ ഈക്വൽ ടു 2 1 0. That is the second part of the problem. Next problem. Find the Miller indices for a plane with intercepts 3a, 2b, 2c. അപ്പോൾ അത് ചെയ്യുന്ന മറ്റൊരു രീതി കാണിച്ചിരിക്കുകയാണ്. മറ്റൊരു രീതി, അതായത് P3 എടുക്കണം, Q3 എടുക്കണം, R2 എടുക്കണം, HQR 3 to 6, പിന്നെ K=PR 3 to 6. ഇപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് വേണമെന്നില്ല, ആദ്യത്തെ മെത്തേഡ് പഠിച്ചാൽ മതി. ഞാനൊന്ന് കാണിച്ചതേ ഉള്ളൂ. പിന്നെ L PQ 2 to 3 9. therefore scale H:K:L 6:6:9 2:2:3. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാം. പക്ഷേ ഇത് എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇൻഫിനിറ്റി വരുമ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രോബ്ലം ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ട്രാൻസ്ലേഷൻ വെക്ടേഴ്സ് കൊണ്ട് ഹരിക്കണം. എന്ന് കിട്ടുന്ന സംഖ്യയുടെ റെസിപ്രോക്കൽ എടുക്കണം. ഫ്രാക്ഷൻ ആണെങ്കിൽ ആ ഫ്രാക്ഷൻ മാറ്റണം. അത്ര ചെയ്താൽ മതി. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം പ്രയാസമാകും. ഇങ്ങനെയും ചെയ്യാം, ഈ രണ്ടാമത്തെ മെത്തേഡിലും ചെയ്യാം. അങ്ങനെയാണ് അത് കാണിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചോപ്പ് ഡോട്ടിന് ശേഷം ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡിഫൈൻ മില്ലർ ഇൻഡിസസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്കെയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ മില്ലർ ഇൻഡിസസ് ഓഫ് എ ക്യൂബ് ഫേസസ് ഓഫ് എ യൂണിറ്റ് ക്യൂബ്. ഒരു ക്യൂബ് ഫേസിൻ്റെ, ഒരു ക്യൂബിൻ്റെ മില്ലർ ഇൻഡിസസ് കണ്ടുപിടിക്കുക. അതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മില്ലർ ഇൻഡിസസ് ഓഫ് ദ ക്യൂബ് ഫേസസ് ഓഫ് എ യൂണിറ്റ് ക്യൂബ്. യൂണിറ്റ് ക്യൂബ്. അപ്പോൾ യൂണിറ്റ് ക്യൂബിൻ്റെ കാര്യം നോക്കുക. ഫോർ എ യൂണിറ്റ് ക്യൂബ് ഇൻ്റർസെപ്റ്റ് PQR എ ആണ്. 3 സൈഡ് തുല്യമായിരിക്കുമല്ലോ. അപ്പോൾ എ ഇപ്പോൾ പി നമ്മൾ എ കൊണ്ട് ഭാഗിക്കണം. എല്ലാ സൈഡും ഒന്നാണ്. ബിയും ബി യൂസുകളുടെ സി യൂസുകളുടെ. അപ്പോൾ എ കൊണ്ട് 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ 1 1 1 എന്ന് കിട്ടും. അപ്പോൾ H അല്ലെങ്കിൽ PQR ആണ് തന്നിരിക്കുന്നത്. PQR A. അപ്പോൾ P is 1, Q is 1, R is 1, H is QR, K is PR, L is PQ. സ്കെയിൽ is 1 1 0 എന്ന് കിട്ടും. 1 1 1 എന്ന് കിട്ടും. അതാണ് മില്ലർ ഇൻഡിസസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്റ്റൈൻ മില്ലർ ഇൻഡിസസ് ഓഫ് എ പ്ലെയിൻ ഇന്റർസെപ്റ്റിംഗ് y ആക്സിസ്
at a unit distance and is parallel to x-axis and z-axis. Obtain Miller indices of a plane intercepting y-axis at unit distance and is parallel to x-axis and z-axis. അപ്പോൾ y-axis കട്ട് ചെയ്യും യൂണിറ്റ് ഡിസ്റ്റൻസിൽ, മറ്റു രണ്ട് ആക്സിന് പാരലാണ്. അത്രയൊരു പ്ലെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മില്ലർ ഇൻഡിസസ് കണ്ടുപിടിക്കാൻ. സോ യു ലുക്ക്, ദ ഇന്റർസെപ്റ്റ്സ് ആർ ഇൻഫിനിറ്റി 1 ഇൻഫിനിറ്റി, കാരണം വൈ ആക്സിലാണ് അവിടെ യൂണിറ്റ് ഡിസ്റ്റൻസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് മാത്രം വളർന്നു കൊടുക്കണം, മറ്റു രണ്ടും പാരലാകുമ്പോൾ ഇൻഫിനിറ്റി എടുക്കണം. ഡിവൈഡിങ് ബൈ യൂണിറ്റ് ട്രാൻസ്ലേഷൻ വെക്റ്റേഴ്സ്, ഡിവൈഡിങ് ബൈ യൂണിറ്റ് ട്രാൻസ്ലേഷൻ വെക്റ്റേഴ്സ്, ഇന്റർസെപ്റ്റ്സ് ആർ ഇൻഫിനിറ്റി 1 ഇൻഫിനിറ്റി കിട്ടിയല്ലോ പാരലാകുമ്പോൾ. ഇനി ഇവിടെ ഈ ഡിവിഷൻ ആവശ്യമില്ല, കാരണം ഡിവൈഡിങ് ബൈ യൂണിറ്റ് ട്രാൻസ്ലേഷൻ വെക്റ്റേഴ്സിൻ്റെ ആവശ്യം നമുക്ക് വാല്യൂ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ എടുത്ത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ റെസിപ്രോക്കൽ എടുക്കാമെന്നുള്ള ടേക്ക് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 0 1 0 എന്ന് കിട്ടും. ഇവിടെ LCM എന്ന് പറയുന്ന ഒരു സംഗതിയില്ല, അപ്പോൾ അത് തന്നെ എഴുതിയാൽ മതി. സോ ദി മില്ലർ ഇൻഡിസസ് ആർ 0 1 0, സ്കെയിൽ 0 1 0 എന്ന് കിട്ടും. അപ്പോൾ ആ പ്ലെയിനിൻ്റെ വാല്യൂ ഇൻ്റർസെപ്റ്റ് എഴുതി റെസിപ്രോക്കൽ എടുക്കണം. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഫ്രാക്ഷൻ കിട്ടുന്നില്ല, അപ്പോൾ അത് തന്നെയാണ് മില്ലർ ഇൻഡിസസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ മില്ലർ ഇൻഡിസസ് ഓഫ് എ പ്ലെയിൻ പാരലൽ ടു z-axis cut intercept 2 and 3/2 along the x-axis and y-axis. അപ്പോൾ x-axisiലും y-axis ഇൻ്റർസെപ്റ്റ് ഉണ്ട്, z-axis അത് പാരലാണ്, അപ്പോൾ ഇൻഫിനിറ്റി വരും. അപ്പോൾ എഴുതി നോക്കിയേ, ഇന്റർസെപ്റ്റ്സ് 2a 3/2b ഇൻഫിനിറ്റി, ഡിവൈഡിങ് ബൈ ട്രാൻസ്ലേഷൻ വെക്റ്റേഴ്സ്. അപ്പോൾ ABC ഉണ്ടിരിക്കുമ്പോൾ നമുക്ക് 2 3/2 ഇൻഫിനിറ്റി എന്ന് കിട്ടും. ഇനി റെസിപ്രോക്കൽ എടുക്കണം. ടേക്ക് റെസിപ്രോക്കൽ, വി ഗെറ്റ് 1/2 1/3 0. Removing fraction, multiply by LCM, LCM is 6, we get 3 4. When we multiply it by 6, we get 3 4 0. So the Miller indices scale is equal to 3 4 0. Answer. ഇനി നമുക്കൊരു ഷോർട്ട് ആൻസർ ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസർ. അതായത് ഒരു പ്രത്യേക യൂണിറ്റ് സെല്ലിൻ്റെ പേരാണ്. വിഗ്നർ സൈഡ്സ് യൂണിറ്റ് സെൽ. ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് എ വിഗ്നർ സൈഡ്സ് യൂണിറ്റ് സെൽ? WIGNER-SEITZ യൂണിറ്റ് സെൽ. അപ്പോൾ അതൊരു പടം വരച്ചിരിക്കുകയാണ് നമ്മൾ 2 ഡയമെൻഷനിൽ. ആ പടം കാണിക്കുന്നത് വിഗ്നർ സൈഡ്സ് യൂണിറ്റ് സെല്ലാണ്. അവിടെ നമ്മൾ നടുക്കൊരു ലാറ്റിസ് പോയിൻ്റ്, ചുറ്റിനും മുകളിലും താഴെയും സൈഡിലൊക്കെ ആയിട്ട് ലാറ്റിസ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. മൊത്തം അവിടെ 3 6 8 ലാറ്റിസ് പോയിൻ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നടുക്കുള്ള ലാറ്റിസ് പോയിൻ്റിൽ നിന്ന് വെക്റ്റേഴ്സ് വരച്ചിരിക്കുകയാണ്. ആ വെക്റ്റേഴ്സിനുള്ള മിഡ് പോയിൻ്റാണ് ഈ വട്ട ലൈനിട്ട് വരച്ചിരിക്കുന്നത്. അത് ചേർത്ത് ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ പോലെ വരച്ചിരിക്കുകയാണ്. എന്താണ്, നടുക്കൊരു ലാറ്റിസ് പോയിൻ്റ് കുത്തുണ്ട്, പിന്നെ സൈഡിൽ നമ്മൾ പിന്നെ 6 6 2 8 ലാറ്റിസ് പോയിന്റിൽ വേറെ വരച്ചിട്ടുണ്ട്. അവയിലേക്കെല്ലാം നോർമൽ വരച്ചിരിക്കുകയാണ്, വെക്റ്റേഴ്സ് വരച്ചിരിക്കുകയാണ്. ആ വെക്റ്റേഴ്സിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടിട്ട് ആ മിഡ് പോയിൻ്റെല്ലാം യോജിപ്പിച്ച് നമുക്കൊരു ക്ലോസ്ഡ് ഡയഗ്രാം, ഒരു റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ ഒരു സ്ക്വയറോ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം നമുക്ക്. വിഗ്നർ സൈഡ്സ് യൂണിറ്റ് സെൽ. E.P. Wigner and F. Sides, മുഴുവൻ പേര് അതാണ്. E.P. Wigner and F. Sides suggested a way of choosing a unit cell and is called Wigner Sides unit cell. അപ്പോൾ വിഗ്നറും സൈഡ്സും കൂടി ഒരു യൂണിറ്റ് സെൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് വിഗ്നർ സൈഡ്സ് യൂണിറ്റ് സെൽ. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ആസ് ഫോളോസ്. അത് നിർമ്മിക്കുന്നത് ഇനി പറയുന്ന രീതിയിലാണ്. എങ്ങനെയാണെന്ന് നോക്കി. 1. സ്റ്റാർട്ടിങ് വിത്ത് എനി ലാറ്റിസ് പോയിന്റ്. അതാണ് നമ്മൾ മിഡ് പോയിന്റ് കാണിച്ചത്. സ്റ്റാർട്ടിങ് വിത്ത് എനി ലാറ്റിസ് പോയിന്റ് as origin, draw lines to all neighboring lattice points. അപ്പോൾ ഒരു ലാറ്റിസ് പോയിന്റ് എടുത്തിട്ട് തൊട്ടടുത്തുള്ള എല്ലാ ലാറ്റിസ് പോയിന്റിലേക്കും നോർമൽ വരയ്ക്കുക, വെക്റ്റേഴ്സ് വരയ്ക്കുക. സ്റ്റാർട്ടിങ് വിത്ത് എനി ലാറ്റിസ് പോയിന്റ്
as origin, draw lines to all neighboring lattice points. Lines വരച്ചാൽ മതി. Number 2, draw lines in a plane lattice or plane in a space lattice perpendicular to and passing through the midpoint of the previous vectors. അപ്പോൾ നേരത്തെ വരച്ച ആ ലൈൻസിൻ്റെ മിഡ് പോയിന്റിൽ കൂടി പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുക. നമ്മൾ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. The cell so formed with the smallest area. The cell so formed with the smallest area in plane lattice or smallest volume in space lattice is referred to as Wigner-Seitz unit cell. The cell so formed with the smallest area in plane lattice or smallest volume in space lattice is referred to as Wigner-Seitz unit cell. അപ്പോൾ അങ്ങനെ കിട്ടിയ സ്മോളസ്റ്റ് ഏരിയ അത് പ്ലെയിൻ ലാറ്റീസിൽ, അല്ലെങ്കിൽ സ്മോളസ്റ്റ് വോളിയം അത് സ്പേസ് ലാറ്റീസിൽ, അതിനെ വിളിക്കുന്ന പേരാണ് Wigner-Seitz unit cell. Thus Wigner-Seitz cell is a region of space that is closer to a particular path than to any other lattice point. Thus Wigner-Seitz cell is a region of space that is closer to a particular point. അപ്പോൾ അതൊരു Wigner-Seitz cells എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക റീജിയനാണ്, ഒരു ലാറ്റിസ് പോയിന്റിന് സമീപത്ത്, than to any other lattice point. And it is when translated, ഈ Wigner-Seitz യൂണിറ്റ് സെൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ, മാറ്റി വെച്ചാൽ, when translated in all lattice vectors leaves no empty space in between. അപ്പോൾ ഇങ്ങനെ സെല്ല് നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചാൽ നമുക്ക് സ്ട്രക്ചർ കിട്ടും. അപ്പോൾ അതിനിടയ്ക്ക് എംറ്റി സ്പേസ് വരില്ല. Thus Wigner-Seitz cell is a region of space that is closer to a particular point than to any other lattice point, and it when translated in all lattice vectors leaves no empty space in between. That is all with your second lecture on solid state physics. We continue our classes. Thank you very much.